അപ്പോൾ നമ്മുടെ സ്വന്തം ചെങ്ങന്നൂരിൽ നല്ല സൂപ്പർ ചീസി ക്ലബ് സാൻഡ്വിച്ചും പിന്നെ നല്ല സിൽക്കി സ്മൂത്ത് ഷോർബയുടെ കൂടെ വരുന്ന ഒത്തന്റിക് ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയും പിന്നെ മച്ചന്മാരെ നമ്മൾ ഇന്നേ വരെ കാണാത്ത അത്രയും വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സിലുള്ള ലസ്സി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർലശ്ശേരി ജംഗ്ഷനിലുള്ള ടാക്കോസ് ബിരിയാണിയിലോട്ട് വന്നോളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ലസ്സിയുടെ വളരെ വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത ബ്ലാക്ക് കറന്റ് ലസ്സിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ബ്ലാക്ക് കറന്റ് പ്യൂർ ഇട്ട കപ്പിലോട്ട് നല്ലവണ്ണം വിസ്ക് ചെയ്ത് നല്ല ഫാറ്റി ആയിട്ടുള്ള ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി വന്നിട്ട് നല്ല ക്രീമിയും ടേസ്റ്റ് വന്നിട്ട് സൂപ്പർ റിഫ്രഷിംഗും ആണ്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ഇവരുടെ ചീസ് പാക്ഡ് ആയിട്ടുള്ള ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ആണ്. ഗ്രില്ലിൽ നിന്ന് എടുക്കുന്ന ആ സാൻഡ്വിച്ചിനെ 4 ഈക്വൽ ഹാഫ്സിലായിട്ട് കട്ട് ചെയ്തെടുക്കും. പിന്നെ മണ്ടയ്ക്കൂടെ ടൺസ് ഓഫ് ചീസിന്റെ ഷേവിങ്സും സൈഡായിട്ട് നല്ല സ്പൈസി ഫ്രഞ്ച് ഫ്രൈസും പിന്നെ സീസണിങ്ങിന് വേണ്ടി ഓരോഗാനോയും ചില്ലി ഫ്ലേക്സും തന്നാണ് ഇവർ സെർവ് ചെയ്യുന്നത്. സാൻഡ്വിച്ച് അങ്ങോട്ട് വായിലോട്ട് വെക്കുമ്പോഴേ മെൽറ്റ് ആയി പോകും മച്ചാമാര്. പിന്നെ നമ്മൾ ഇവിടെ വന്ന മെയിൻ ഐറ്റം നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ കൂട്ടല്ല, ഇത് മൈൽഡ്ലി സ്പൈസി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതല്ല, നിങ്ങൾക്ക് ഇച്ചൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡായിട്ട് വരുന്ന ആ സ്പൈസി ഷോർബ ഇച്ചൂടെ കൊറിയൻ കഴിക്കണം. നമ്മുടെ കൈ കൊണ്ടൊന്ന് ഉടച്ചാൽ തന്നെ ഒടിഞ്ഞു പോകുന്ന ചിക്കന്റെ പീസുകളായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ആണ്. ഫുഡിന്റെ കാര്യത്തിൽ മജീഷ്യൻ ആയിട്ടുള്ള എന്റെ പോലും വയറ് നിറച്ച് കളഞ്ഞു. എന്നാൽ ശരി മച്ചാന്മാരെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.